ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്ന് മോനെ എന്ന് പറഞ്ഞത് ഞാൻ എണീക്കണോ നിൽക്കണോ. അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രവീന്ദ്രനൊക്കെ ആദ്യമേ കുറ്റസമ്മതം നടത്തി. എനിക്ക് ഇദ്ദേഹത്തിന് മുന്നിൽ കഥ നറേറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല, ഞാൻ പാളിപ്പോവും. കാരണം പക്ഷേ ഞാൻ ഐ എം എ ഗുഡ് സ്റ്റോറി ടെല്ലർ. ഏത് മനുഷ്യനടുക്കലും ഞാൻ കഥ പറയും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അതിബുദ്ധിപരമായിട്ട് ഇത് റെക്കോർഡ് ചെയ്യാം. ഒരു നല്ല ശബ്ദമുള്ള ഒരാളെ വെച്ചിട്ട് നമുക്ക് ഈ സിനിമ റെക്കോർഡ് ചെയ്യാം. നമ്മൾ റെക്കോർഡ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇടുന്നു, സൗണ്ട് ഡിസൈനൊക്കെ ചെയ്യുന്നു. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു, കാരണം എൻ്റെ എസ്കേപ്പ് ഫുൾ സ്ക്രിപ്റ്റ്, ഒരു 2.5 hour ഉള്ളൊരു ഫുൾ സ്ക്രിപ്റ്റ് ഇതുമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം മോനെ കഥ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെയാണ് ഞാൻ കഥ നറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം പുള്ളിക്കും ഇതൊരു പുതിയ കൗതുകമായി, ഇതെന്താണ് ചെയ്യാൻ മാറും. ഫസ്റ്റ് സീൻ പറയുമ്പോൾ തന്നെ പ്രകൃതി, മറിച്ചത്, സൗണ്ട് ആംബിയൻസ്, ഭയങ്കര ഡിസൈൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. അപ്പം അത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കുറേ ഭയങ്കര അപ്പോൾ ലാലേട്ടൻ കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി പുള്ളിക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും 2-3 പോയിന്റിൽ ലാലേട്ടൻ്റെ ചെറിയ കൺസേണുകളും ഡൗട്ടുകളും ക്ലാരിറ്റി വരുത്തണമെന്നുള്ളതും അതും കൂടി ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പടം ചെയ്യാം.